ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ കിഡ്സിന്റെ ബോഡിന് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണേണ്ടവർ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഫസ്റ്റ് ഫുൾ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഫുൾ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഈ ഷോൾഡറിന്റെ സെന്ററിൽ ടാപ്പ് വെച്ചിട്ടാണ് അളവെടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതെടുക്കാം. ബാക്ക് തിരിഞ്ഞ് നിർത്തിയിട്ട് ഷോൾഡറിന്റെ അളവെടുക്കാം. ഒരു ഷോൾഡർ ബോൺ മുതൽ അടുത്ത ഷോൾഡർ ബോൺ വരെയുള്ള വീതിയാണ് എടുക്കേണ്ടത്. ഷോൾഡർ ബോൺ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൈ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ട് ബോൺസ് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു ബോൺ മുതൽ അടുത്ത ബോൺ വരെയുള്ള വിട്ടാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ ആംപിറ്റിന്റെ അടിയിൽ വിരൽ വെച്ചിട്ട് വിരൽ ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വിരൽ ടച്ച് ചെയ്യുന്നത് ഷോൾഡർ ബോണിലായിരിക്കും. അപ്പോൾ ആ രണ്ട് ബോൺസിന്റെ ഇടയിൽ വിട്ടാണ് എടുക്കേണ്ടത്. അളവെടുക്കുന്ന സമയത്ത് ടാപ്പ് ഇതുപോലെ ഷോൾഡറിന്റെ ഷേപ്പിന് കറക്റ്റ് ആയിട്ടാണ് വെക്കേണ്ടത്. അധികം മുകളിലേക്കായിട്ടോ താഴ്ത്തിയിട്ടോ ടാപ്പ് വെക്കരുത്. അപ്പൊ നമ്മുടെ മെഷർമെന്റ്സ് മാറും. നിങ്ങൾക്ക് ഇപ്പോൾ അളവെടുക്കുന്ന സമയത്ത് ഡൗട്ട് വരാണ്, നിങ്ങളുടെ ഷോൾഡർ ബോൺ ടച്ച് ചെയ്യുന്നത് ഇപ്പോൾ 10 ഇഞ്ചിലാണോ അല്ലെങ്കിൽ 10.5 ഇഞ്ചിലാണോ എന്നൊക്കെ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ 10 ഇഞ്ചാണ് കേട്ടോ എടുക്കേണ്ടത്. 1/2 ഇഞ്ച് കുറച്ചിട്ടുള്ള മെഷർമെന്റ് ആണ് എടുക്കേണ്ടത്. ഇനി ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കാം. കൈയുടെ ഉള്ളിലൂടെ ഇതുപോലെ ടാപ്പ് വെച്ചിട്ടാണ് മെഷർമെന്റ് എടുക്കേണ്ടത്. കുട്ടികൾ പെട്ടെന്ന് വളരുന്നതായതുകൊണ്ട് നമുക്ക് കുറച്ച് ലൂസിൽ എടുക്കാം. അപ്പോൾ ടാപ്പിനുള്ളിൽ ഒരു ഫിംഗറോ അല്ലെങ്കിൽ 2 ഫിംഗറോ ലൂസ് വെച്ചിട്ട് എടുക്കാം. അധികം ടൈറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വേസ്റ്റ് ലെങ്ത് എടുക്കാം. കിഡ്സിന് നമ്മൾ മിക്കവാറും ഫ്രോക്ക് ഒക്കെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ വേസ്റ്റ് ലെങ്തിനെ യോക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ വേസ്റ്റിന്റെ ലെങ്ത് വരുന്നത് നമ്മുടെ കൈമുട്ടിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വേസ്റ്റിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ ഷോൾഡറിന്റെ സെന്ററിൽ ടാപ്പ് വെച്ചിട്ട് കൈമുട്ടിന് നേരെ വരുന്ന ലെങ്ത് എടുക്കാം. വേസ്റ്റ് ലെങ്ത് എടുത്ത ഭാഗത്തെ റൗണ്ട് മെഷർമെന്റ് ആണ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കേണ്ടത്. വേസ്റ്റിന്റെ മെഷർമെന്റും നമുക്ക് അത്യാവശ്യം ലൂസ് ആയിട്ട് എടുക്കാം കേട്ടോ. കൈമുട്ടിന്റെ ലെങ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ ലെവൽ പോയിന്റ് 1 ഇഞ്ച് മുകളിലായിട്ട്, അതായത് പൊക്കിളിന്റെ 1 ഇഞ്ച് മുകളിലായിട്ടുള്ള റൗണ്ട് മെഷർമെന്റ് വേസ്റ്റ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഹിപ്പ് റൗണ്ട് എടുക്കാം. നിങ്ങളുടെ ബട്ടക്സിന്റെ ഹയസ്റ്റ് പോയിന്റ്, അതായത് ഏറ്റവും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടാവല്ലോ, അത് ചുറ്റിയെടുക്കുന്ന മെഷർമെന്റ് ആണ് ഹിപ്പ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കിന്റെ വിഡ്ത്ത് വേണ്ടത് അത് ഇതുപോലെ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അളന്ന് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്ത് ഒക്കെ എടുക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അത് നോക്കിയിട്ടും നെക്ക് വിഡ്ത്ത് ഒക്കെ എടുത്താൽ മതി കേട്ടോ. നെക്ക് ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ ഇതുപോലെ ടാപ്പ് വെച്ച് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അവിടെ വെച്ചിട്ട് ടാപ്പ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഏത് നമ്പറിലാണോ ടാപ്പിന്റെ മടക്ക് വരുന്നത് ആ ഒരു നമ്പറാണ് നെക്കിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ എനിക്ക് 3.5 ഇഞ്ചാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി താഴ്ത്തിയിട്ടാണ് നെക്ക് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി താഴ്ത്തിയിട്ട് നെക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്ര ലെങ്ത് ഉണ്ടാവുന്ന ഏകദേശം ഒരു ഐഡിയ വരും. ഇതേപോലെ ബാക്ക് നെക്കിന്റെ ലെങ്ത്തും എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ആംപിറ്റിനെ ചുറ്റിയെടുക്കുന്ന മെഷർമെന്റ് നമുക്ക് ആം ഹോൾ റൗണ്ട്, സ്ലീവ് റൗണ്ട് അല്ലെങ്കിൽ ആം ഹോൾ സർക്കംഫറൻസ് എന്നൊക്കെ പറയാം. ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തതിനു ശേഷം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. സ്ലീവിന്റെ ലെങ്ത് എടുക്കാം. സ്ലീവിന്റെ ലെങ്ത് എടുക്കുന്ന സമയത്ത് കൈ ഇതുപോലെ മുട്ട് മടക്കിയിട്ടാണ് കേട്ടോ ലെങ്ത് എടുക്കേണ്ടത്. ഷോൾഡറിന്റെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് മെഷർമെന്റ് എടുക്കാം. ഫുൾ സ്ലീവ് ആണ് എടുക്കുന്നതെങ്കിൽ മുട്ടിന്റെ ഇവിടെ ടാപ്പ് ഇതുപോലെ വെച്ചിട്ടാണ് കേട്ടോ മടക്കേണ്ടത്. നമ്മൾ കൈ നിവർത്തി വെച്ചിട്ട് സ്ലീവ് ലെങ്ത് എടുക്കുന്നതും ഇതുപോലെ മടക്കിയിട്ട് എടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നിവർത്തിയിട്ട് സ്ലീവ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് കൈ മടക്കുന്ന സമയത്തൊക്കെ സ്ലീവ് കയറിപ്പോവും. അതുകൊണ്ടാണ് കൈ മടക്കിയിട്ട് സ്ലീവിന്റെ ലെങ്ത് ഒക്കെ എടുക്കാൻ പറയുന്നത്. ഇനി സ്ലീവിന്റെ ലെങ്ത് എടുത്ത ഭാഗത്ത് റൗണ്ട് മെഷർമെന്റ് എടുക്കണം. റൗണ്ട് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് സ്ലീവ് ഇതുപോലെ മടക്കിയിട്ട് വെക്കണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ കൈ മടക്കുന്ന സമയത്ത് അവിടുത്തെ മസിൽസ് ടൈറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് ആ ഒരു മെഷർമെന്റ് എടുത്താൽ മാത്രമേ സ്ലീവ് ഇടുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ട്നെസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതുപോലെ കൈ മടക്കിയിട്ട് സ്ലീവ് റൗണ്ട് എടുക്കുമ്പോഴും കൈ നിവർത്തി വെച്ചിട്ടെടുക്കുമ്പോഴും ഒരു 1/2 ഇഞ്ചിന്റെങ്കിലും ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എൽബോ സ്ലീവ് ആണ് വേണ്ടതെങ്കിൽ അവിടുത്തെ റൗണ്ട് മെഷർമെന്റ് ആണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി ഒരു പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നതെന്ന് കാണിക്കാം. ഫസ്റ്റ് വേണ്ടത് ഹിപ്പ് റൗണ്ട് ആണ്. നമ്മൾ നേരത്തെ ഹിപ്പ് റൗണ്ട് എടുക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് വേസ്റ്റ് റൗണ്ട് ആണ്. നിങ്ങൾ എവിടെയാണോ പാന്റ് എടുക്കുന്നത് അവിടുത്തെ റൗണ്ട് മെഷർമെന്റ് ആണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി ലെങ്ത് എടുക്കാം. നിങ്ങൾ എവിടെയാണോ പാന്റ് എടുക്കുന്നത് അവിടെ മുതൽ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അവിടെ വരെയുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇത്രയും മെഷർമെന്റ്സ് ആണ് കിഡ്സിന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഈ മെഷർമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ കിഡ്സിന്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചാർട്ട് കാണിക്കാം. അതിനുശേഷം നമുക്ക് അളവുകൾ വെച്ചിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം.